ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവറുകളെ ഒരു ടൈലർ വീട്ടിലേക്ക് സദ്യക്ക് ക്ഷണിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹും കൂടെയുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആണ് വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ഫദഹബ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ദാലിക ത്വആം. ആ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. فقرب إلى رسول الله صلى الله عليه وسلم خبزا ومرقا فيه دباء وقدير. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അന്ന് തയ്യാറാക്കപ്പെട്ട ഭക്ഷണം ചപ്പാത്തിയുണ്ട്, അതിനോട് കൂടെ ഒരുക്കിയ വിഭവത്തിൽ ഒരുപാട് ദുബ്ബ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചുരക്ക എന്ന് പറയാം, ചുരക്കയുണ്ട്. فرأيت النبي صلى الله عليه وسلم يتتبع الدباء من حوالي القصعة. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണ തളികയിൽ നിന്ന് അങ്ങിങ്ങായി നീങ്ങിക്കിടക്കുന്ന ചുരക്ക പ്രത്യേകം പെറുക്കിയെടുത്ത് ഭക്ഷിക്കുന്നത് കണ്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയ ഇഷ്ടമാണ് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനത് തങ്ങളിലേക്ക് ഇങ്ങനെ നീക്കി വെച്ചു. തങ്ങളത് അവോളം സന്തോഷത്തോടെ ആസ്വദിച്ച് കഴിച്ചു. അന്നിതുവരെ ഞാൻ ചുരക്ക കഴിക്കാറില്ലായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാം, എനിക്കിഷ്ടമില്ല, പച്ചക്കറികളുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നായിരുന്നു ചുരക്ക എന്ന് പറയുന്നത്. പക്ഷേ ഫലം അസൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് അറിഞ്ഞ അന്ന് മുതൽ, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവമാണ് ചുരക്ക എന്നറിഞ്ഞ അന്ന് മുതൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിളായി ചുരക്ക മാറി എന്ന് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. റസൂലുള്ളാഹിന്റെ ഇഷ്ടം അതെന്റെ ഇഷ്ടമായി മാറി. സാബിത്ത് റളിയല്ലാഹു അൻഹു പിന്നീട് ഒരിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നതായി, മാ സുനിഅ ലി ത്വആമുൻ ബഅദു അഖ്ദറു അലാ അൻ യുസ്നഅ ഫീഹി ദുബ്ബ ഇല്ലാ സ്വനഅതുഹു. എൻ്റെ വീട്ടിൽ എന്ത് വിഭവം ഒരുക്കുകയാണെങ്കിലും, എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലും, അത് മീൻ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിലും മാംസം കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിലും ഒക്കെ അതിൽ ഞാൻ ദുബ്ബ കുറേ ചുരക്ക വാരിയിടും. എന്താ കാരണം? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് ഇഷ്ടമാണ് എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ നമ്മുടേതാക്കി മാറ്റുക എന്നത് ആ വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ, ആ വ്യക്തിയുമായുള്ള അഗാധമായ ബന്ധത്തിന്റെ ബഹിസ്ഫുരണമാണ്. അതാണ് സ്വഹാബത്തിന്റെ ഏടുകളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മഹാനവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോ അത് അനസ് റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമായി. മദീനയിലെ മാർക്കറ്റിൽ വിറ്റ് പോവാതിരുന്ന ഒരു വിഭവമായിരുന്നു, യഥാർത്ഥത്തിൽ പച്ചക്കറിയായിരുന്നു, ഡെഡ് സ്റ്റോക്കായിരുന്ന ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ദുബ്ബ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന് അവിടെ നിന്ന് ഗ്രാമീണരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ദുബ്ബ കൊടുത്ത് നബി തങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത് കണ്ട് തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കണ്ടപ്പോൾ പിന്നെ മദീനയിലെ മാർക്കറ്റിലെ ഏറ്റവും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന നല്ല വിഭവമായി ഈ വിഭവം മാറി എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ മറ്റൊരു ഭാഗം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വാഭാവികമായി നമ്മൾ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിലാണ് എങ്കിൽ നാം സ്നേഹിക്കുന്ന വ്യക്തി നാം ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവനോട് ചോദിക്കാണ്, എന്താണടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, അല്ലെ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എത്രയാണ്. എന്നാൽ നമ്മെ നമ്മുടെ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളെക്കാൾ ഏറെ സ്നേഹിച്ച് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ അവர்கள் നമ്മെ അത്രയും സ്നേഹിച്ചു. ആ നേതാവ് ചെയ്യുന്ന കാര്യങ്ങൾ, ആ നേതാവ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് എത്രമാത്രം നമ്മോട് സ്നേഹമുണ്ടാവും. ഈ ഭൂമിലോകത്ത് മാത്രമല്ല തങ്ങളുടെ സ്നേഹം ഉണ്ടായത്, ആഖിറത്തിലേക്ക് നാളേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഒരു ദുആ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ഭൂമി ലോകത്ത് പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഒരു ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സെപ്പറേറ്റ് ആയി നൽകി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ, വളരെ അർജന്റായ എമർജൻസി സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ദുആ ഞാൻ ഇതാ നിങ്ങൾക്ക് നൽകി. അത് നിങ്ങൾ അപ്പോൾ ഉപയോഗിച്ചാൽ ഞാൻ ഉത്തരം നൽകി. ഓൺ ദി സ്പോട്ട് ഒരൊറ്റ ദുആ. അതെല്ലാ പ്രവാചകന്മാരും ഈ ഭൂമി ലോകത്ത് നിന്ന് ഉപയോഗിച്ചു. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചില്ല. അത് ആഖിറത്തിലേക്ക് എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് നമ്മോട് പറഞ്ഞ് ഇവിടെ വിട്ടുപോയ നേതാവാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കേണ്ടത് തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുകൂടെയാണ്. അത് മഹബ്ബത്തിന്റെ മറ്റൊരു ഭാഗമാണ്. തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ അമലി കാന അഹബ്ബ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലേതായിരുന്നു, പ്രവൃത്തി ഏതായിരുന്നു? അവിടെ നിന്ന് പറഞ്ഞു, ഖാല അദ്ദായിം, നിത്യമായി ചെയ്യുന്ന, മുടങ്ങാതെ ചെയ്യുന്ന കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. നിത്യകൃത്യം വളരെ കുറഞ്ഞതാണത് എങ്കിൽ പോലും നബി തങ്ങൾക്ക് ഇഷ്ടമാണ്. തങ്ങളുടെ നിസ്കാരത്തിന്റെ ഒക്കെ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. വഹബ്ബു സ്വലാത്തി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദൂവിമ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ഒരുപാട് നിസ്കരിക്കുക എന്ന സിസ്റ്റം ആയിരുന്നില്ല. മറിച്ച് നിസ്കരിക്കുന്നത് അത് കൃത്യമായി മുടങ്ങാതെ നിർവഹിക്കുമായിരുന്നു. വളരെ നന്നേ കുറവാണെങ്കിലും ശരി. വകാന ഇദാ സ്വല്ലാ സ്വലാത്തൻ ദാവമ അലൈഹ. ഒരു നിസ്കാരം തുടങ്ങിയാൽ പിന്നെ അത് അവസാനിപ്പിക്കാറില്ല. 2 ദിവസം ദുആ നിസ്കരിക്കുന്നു, പിന്നെ നിസ്കാരമൊന്നുമില്ല. അങ്ങനെയല്ല. ചില ആളുകൾ ഉണ്ടാവും രാത്രികളിലൊക്കെ നിന്ന് കുറേ നിസ്കരിക്കും ഒരു ദിവസം, പിന്നെ ഒരാഴ്ചക്ക് രാത്രിയിൽ ഒരു നിസ്കാരമില്ല, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കില്ല. അങ്ങനെയല്ല. സ്പെഷ്യലായ ദിവസം വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ആ ദിവസത്തെ മാനിച്ചുകൊണ്ടാണ്, അതല്ല പറയുന്നത്. മറിച്ച് ചില ഒരു പ്രത്യേകമായ ഒരു കുളിര് വരാനുണ്ട് ചില ആളുകൾക്ക്, അല്ലെ? ഒരു ആത്മീയമായ അഭിനിവേശം വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോൾ സ്വലാത്തൊക്കെ അങ്ങ് ചൊല്ലും, ഒരുപാടങ്ങ് ലക്ഷക്കണക്ക് സ്വലാത്തങ്ങ് ചൊല്ലി തീർത്ത് പിന്നെ സ്വലാത്തൊന്നുമില്ല. അങ്ങനെയല്ല വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു രീതി ശാസ്ത്രമുണ്ട്. അത് നമുക്ക് അപ്ലിക്കബിൾ ആണ്, നമ്മുടെ ശരീരത്തിന് ഉതകുന്നതാണ്, നമ്മുടെ പ്രകൃതിക്ക് അനുസൃതമാണ്. അങ്ങനെയാണ് നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എത്ര നന്നേ കുറവാണെങ്കിലും, ഒരു 100 സ്വലാത്തെ ചൊല്ലുന്നുള്ളൂ എങ്കിൽ അത് ദിവസവും 100 സ്വലാത്ത് ചെല്ലുന്നവരായി മാറും. 2 റക്അത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ അത് തഹജ്ജുദോ അല്ലെങ്കിൽ ദുആയോ അത് ഏതെങ്കിലും ഒന്ന് സ്ഥിരമാക്കുക. ഇനി 2 നിസ്കരിക്കുന്നുണ്ടെങ്കിൽ കൃത്യമാക്കുക. അതല്ലാതെ രാത്രി ഒരുപാട് നിസ്കരിച്ച് പിന്നെ രാത്രി പകല് അന്തിയോളം ഉറങ്ങിയിട്ട് ക്ഷീണിച്ച് നല്ല ഫുള്ള് നിസ്കാരമായിരുന്നു എന്നുള്ളൂ. ചില ആളുകളൊക്കെ കുറേ ദിക്റൊക്കെ ഏറ്റിയാൽ പോകാത്ത ദിക്റൊക്കെ ഏറ്റിക്കൊണ്ട് നടക്കും. സാധാരണക്കാരിൽ തന്നെയുള്ള ആളുകളെ ഞാൻ പറഞ്ഞത്. കുറേ ദിക്റുകൾ എന്നിട്ട് പറയും, ഉസ്താദ് ഇതൊന്നും ചൊല്ലി, ആരാണ് ഇതൊക്കെ ചൊല്ലി തീർക്കാൻ പറഞ്ഞത്? ആരാണത്ര ഏറ്റിയാൽ പോകാത്ത ദിക്റെടുത്ത് തലയിൽ വെക്കാൻ പറഞ്ഞത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാം അങ്ങനെ പറയുന്നേ ഇല്ല. അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾക്ക് അത് ഇഷ്ടവുമല്ല. തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണ്? കുറഞ്ഞതാണെങ്കിലും അതെന്നും കൊണ്ട് നടക്കാൻ കഴിയും. ഹദ്ദാദാണെങ്കിൽ അത് എന്നും ഹദ്ദാദയിൽ ഒരു സിസ്റ്റം ഉണ്ടാവും. റവാത്തിബ് സുന്നത്തുകളെ മുടങ്ങാതെ എന്നും നിർവഹിക്കുന്ന സിസ്റ്റം ഉണ്ടാവും. ഇങ്ങനെ തുടങ്ങിയ നിത്യമായും ചെയ്യുന്ന കർമ്മങ്ങളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം. മറ്റൊരു ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിസ്കാരങ്ങളിൽ നിന്ന് അന്നഹു ഖാൽ, നബി തങ്ങൾ പറയാണ്, ഫീ ശഹരി റകഅതൈനി ഇൻദ തുലൂഇൽ ഫജ്രി ലഹുമാ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ ജമീഅ. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം നമ്മൾ തുടങ്ങണം. വിശുദ്ധ റബീന്റെ സന്ദേശമായി നമ്മൾ കൈമാറുകയാണ്. അത് തുടങ്ങാത്തവരുണ്ട് എങ്കിൽ വിശുദ്ധ റബീഉൽ അവ്വലിൽ തുടങ്ങട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുബഹ് നിസ്കാരത്തിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എന്നും അതെനിക്ക് ഈ ഭൂമിയെയും അതിലെ വസ്തുക്കൾ മുഴുവൻ എനിക്ക് അല്ലാഹു ഉടമപ്പെടുത്തി തരുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നവരാവണം. അത് അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമായിരുന്നു. നബി തങ്ങളുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാക്കുക. നിസ്കാരങ്ങളിൽ നിന്ന് പിന്നെ മറ്റൊന്ന് നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് അബ്ദുല്ലാഹി ഇബ്നു സാഹിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി അർബഅൻ ബഅദ അൻ തസൂല അശ്-ശംസ് ഖബ്ല അൽ-ളുഹർ വഖാല ഇന്നഹാ സഅഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ വഅഹിബ്ബു അൻ യസ്അദ ലി ഫീഹാ അമലുൻ സാലിഹ്. ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം
ആ സമയത്തെ കുറിച്ച് നബി തങ്ങൾ പറയും, ഇന്നഹാ സാഅത്തുൻ തുഫ്തഹു ഫീഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന സമയമാണ്, വാതായനങ്ങൾ തുറക്കുന്ന സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഒരു ആരാധനയുമായി സ്വീകരിക്കപ്പെടട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ 4 റക്അത്ത് ദുഹറിന്റെ മുമ്പ് നിസ്കരിക്കാറുണ്ട്. അപ്പൊ ദുഹറിന് മുമ്പ് യഥാർത്ഥത്തിൽ 2 റക്അത്താണ് മുഅക്കദായ സുന്നത്ത്. മുഅക്കദായ സുന്നത്ത് കഴിഞ്ഞുള്ള 2 റക്അത്ത് കൂടെയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ മുഅക്കദായ സുന്നത്ത് നിസ്കരിക്കുന്നവരായിരിക്കും പല ആളുകളും. പള്ളിയിൽ വരുന്ന ജമാഅത്തിന് വരുന്ന മിക്ക ആളുകളും അങ്ങനെയാണ്. മുമ്പും ശേഷമൊക്കെ 2 റക്അത്ത് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിസ്കരിക്കുന്നവരുമാണ്. എന്നാൽ മുഅക്കദായ സുന്നത്തും കഴിഞ്ഞ ഒരു 2 റക്അത്ത് കൂടെയുണ്ട്. ദുഹറിന് മുമ്പ് 4 ഉണ്ട്, ദുഹറിന് മുമ്പ് 4 ഉണ്ട്, ദുഹറിന് ശേഷം 4 ഉണ്ട്, അസറിന് മുമ്പ് 4 ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ച് അതിൽ ഏറ്റവും നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിസ്കാരം ദുഹറിന്റെ മുമ്പ് 4 റക്അത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അപ്പൊ തങ്ങൾ ഏതൊരു കാര്യം ഏറ്റെടുത്തോ ആ കാര്യം ഒരു കർമ്മം, അത് നിത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന കർമ്മമാണ് ഏറ്റെടുത്തിരുന്നത്. അത് തന്നെ നിസ്കാരങ്ങളിൽ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തും ദുഹറിന് മുമ്പുള്ള 4 റക്അത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അത് നാം ഇഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ ദിനചര്യയാക്കി മാറ്റുകയും ചെയ്യണം. അതാണ് ഓരോ റബീഉം കഴിഞ്ഞു പോകുമ്പോൾ ഒരു സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹബീബിന്റെ മുഹബ്ബീങ്ങളാകുന്നത്. അല്ലാഹു ആ മഹബ്ബത്ത് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ആ മഹബ്ബത്തിന്റെ മധു ആസ്വദിക്കാൻ അല്ലാഹു ഈ ലോകത്തും ആഖിറത്തിലും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരിഷ്ടം അവിടുന്ന് സഹാബികൾ പറയാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങൾ അവിടുന്ന് പറയുന്നത് ലഅന്ന ഖുഅദ മഅ ഖൗമി യദ്കുറൂന അല്ലാഹ തആല മിൻ സ്വലാത്തിൽ ഗദാ ഹത്താ തത്ലുഅ അശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅതിക അർബഅത മിൻ വലദി ഇസ്മാഈൽ വലഅൻ അഖൂദ മഅ ഖൗമി യദ്കുറൂന അല്ലാഹ മിൻ സ്വലാത്തിൽ അസ്രി ഇലാ അൻ തഗ്റുബ അശംസു അഹബ്ബു ഇലയ്യ മിൻ അൻ ഉഅതിക അർബഅ. പ്രഭാത സമയത്ത് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുമായി സംസാരിക്കുക. ഏത് നാടൻ വർത്തമാനമല്ല, അല്ലാഹുവെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സംസാരം, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക, പടച്ച റബ്ബിനെ ഓർമ്മപ്പെടുത്തുന്ന സംസാരങ്ങൾ, ഖുർആൻ പാരായണം, ഇങ്ങനെ തുടങ്ങി മറ്റുള്ളവർക്ക് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സംസാരവുമായി സൂര്യോദയം വരെ എവിടെയാണ് നിസ്കരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്നും, അതുപോലെ തന്നെ അശർ നിസ്കാരം കഴിഞ്ഞ് എനിക്ക് ജനങ്ങളുടെ ഇടയിൽ അല്ലാഹുവെ കുറിച്ച് ഉത്ബോധനം നടത്തി പ്രസംഗിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ദിക്ർ ചൊല്ലുകയും ചെയ്ത് അവരെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന സംസാരം അതെനിക്കേറെ ഇഷ്ടമാണ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സൂര്യോദയത്തിന്റെ സമയത്ത് പലപ്പോഴും പലരും ഉറങ്ങിക്കിടക്കും. സുബ്ഹി നിസ്കരിച്ചാൽ തന്നെ ചിലരും പോയി കിടന്നുറങ്ങും. അതൊഴിവാക്കണം, അത് ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, അശർ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന സമയമാണ്, അല്ലെ? കമ്പോളങ്ങളിലേക്ക് ഇറങ്ങുകയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയമാണ്. പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു സമയമാണെന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്ന തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന തസ്ബീഹ് നബി തങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ കൂടെയാണ്. അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ നഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി ശംസ്. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മറ്റൊരു ഹദീസ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അൽഅദീം അതിന്റെ ഫളലുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മളെ പഴയ തലമുറ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും പള്ളിയിലെത്തിയിട്ട് എല്ലാവരും സ്വഫ് കെട്ടിയിരുന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നത് നബി തങ്ങളുടെ ഇഷ്ടം വാങ്ങാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാവണം. തങ്ങളുടെ മറ്റൊരു ഇഷ്ടത്തെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്. മഹാനവർകളെ ഒരിക്കൽ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇഖ്റഅ അലൈഹി, എന്റെ മേൽ ഖുർആൻ ഓതിത്തരൂ. അപ്പൊ മഹാനവർകൾ തിരിച്ചു ചോദിക്കുകയാണ്, നബിയെ, ഞാൻ അങ്ങേക്ക് ഖുർആൻ ഓതിത്തരേ? അങ്ങല്ലേ ഇങ്ങോട്ട് ഓതിത്തരേണ്ട, അങ്ങേക്കല്ലേ ഖുർആൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്, പിന്നെ ഞാൻ എന്തിനു ഓതിത്തരണമെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്നത്, ഫഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്നാൽ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ഖുർആൻ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക എന്നത്. ഖുർആൻ കേൾക്കൽ വലിയ സുന്നത്തുള്ള കാര്യമാണ്. ഖുർആൻ കേൾക്കൽ റസൂലുള്ളാഹിയുടെ മഹബ്ബത്തിന്റെ ഭാഗമാണ്. നമ്മുടെയൊക്കെ മൊബൈലുകളിൽ എത്ര പാട്ടുകൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എത്ര കേൾക്കുന്നുണ്ടാവും. ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത കുറെ മ്യൂസിക്കുകൾ കലർത്തിയ പാട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കി ഡിലീറ്റ് ആക്കി
മഹബത്തിന്റെ സന്ദേശം ഇതാണ് റബീന്റെ സന്ദേശം. റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന നമ്മുടെ മൊബൈൽ ഡിവൈസ് ഉപയോഗിക്കുന്നവർക്ക് ഏത് കാര്യത്തിന്റെയും MP3 ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബിലുണ്ടാവും, അതിനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യിപ്പിച്ച് ആ ഖുർആൻ കേൾക്കുന്നവരാവണം. കാരണം എന്തുകൊണ്ട്? എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ അത് ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഖുർആൻ കേൾക്കൽ ഇഷ്ടപ്പെടുന്നവരാവണം. ഇത് കേൾക്കാൻ എല്ലാവർക്കും കഴിയില്ല, വേറെ ഒരാൾ ഓതി തരേണ്ട ആവശ്യമില്ല. തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യത്തെ വളരെ സിമ്പിളായി നമ്മുടെ കയ്യിലുള്ള ഒരു ഡിവൈസ് കൊണ്ട് ആ മഹബത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ കഴിയും. അതിന് ഖുർആൻ കേൾക്കുന്നവരാവണം, പാരായണം ചെയ്യണം. അത് കഴിഞ്ഞ് ഖുർആൻ കേൾക്കുന്നവർ കൂടിയാവണം. മറ്റൊരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് ആയിഷ ബീവിയാണ് പറയുന്നത്. അവിടെ നിന്ന് പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന മസ്തതഅ ഫീ ശഗ്നിഹി കുല്ലി ഫീ തുഹൂരിഹി വ തറജ്ജുലിഹി വ തനഅലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നല്ല കാര്യങ്ങളിലും, തങ്ങൾ വസ്ത്രം ധരിക്കുമ്പോ, ചെരുപ്പ് ധരിക്കുമ്പോ, മുടി ചീകുമ്പോ, തങ്ങൾ പുറത്തിറങ്ങുമ്പോ, ഇങ്ങനെ തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത്തേതിനെ മുന്തിക്കുമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ. അപ്പൊ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും നല്ല തുടക്കങ്ങളിലൊക്കെ വലതിനെ മുന്തിക്കണം. വലത് കൈകൊണ്ട് കൊടുക്കാൻ, വാങ്ങാൻ ഇത് നമ്മൾ പഠിപ്പിക്കണം. ചെറിയ കുട്ടികൾക്ക് ഏത് പഠിപ്പിച്ചു കൊടുക്കണം? റസൂലും അങ്ങനെയാണ് ചെയ്തത്. നബി തങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അത് മുത്തുനബിയോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അത്തയാമുൻ, വലത്തേതിനെ മുന്തിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റൊന്ന്, മറ്റുള്ള പാവങ്ങൾക്കുള്ള പ്രയാസങ്ങൾ അകറ്റാൻ അവരോടുകൂടെ നടക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടമാണ്. തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, വലൻ അംശിയ മഅ അഖ്ലി ഫീ ഹാജ, ഒരു സഹോദരന്റെ പ്രയാസം നീക്കുന്നതിന് വേണ്ടി അവനോടുകൂടെ നടക്കുക എന്നത് അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദ് യഅനി മസ്ജിദൽ മദീനത്തി ശബറ. ഈ മദീന പള്ളിയിൽ, മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യം ഒരാളുടെ പ്രയാസം നീക്കുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ മിസ്കീന്മാരായ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളാണെങ്കിൽ വളരെ അത്യുത്തമമായി പോയി, ഇരട്ടി മധുരമായി പോയി. ആരുടെ പ്രയാസം അകറ്റിയാലും ആ കൂലിയുണ്ട്, ആ മഹബത്തുണ്ട്. ആ മഹബത്തിന്റെ ഒരു ഭാഗം നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിസ്കീന്മാരായ, ആവശ്യക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുക, അശരണർക്ക് കണ്ണീരൊപ്പുക, നിരാലംബർക്ക് ആലംബമായി മാറുക. അങ്ങനെ ചെയ്താൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കൂടുതൽ വാങ്ങാൻ നമുക്ക് സാധിക്കുകയാണ്. മഹാനായ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനോട് 7 കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ ആദ്യമേ കൽപ്പിക്കുന്നത് അമറനി ബിഹുബ്ബിൽ മസാകീൻ, മിസ്കീന്മാരെ ഹുബ്ബ് വെക്കണേ എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല വാക്കുകൾ പറയുക എന്നതാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുൽ ഫഅലൽ ഹസൻ, അഥവാ കലിമത്തു ത്വയ്യിബ, നല്ല വാക്കുകൾ സംസാരിക്കുക. ആരോടും കയർത്ത് സംസാരിക്കാതെ, ദേഷ്യപ്പെടാതെ, അശ്ലീലങ്ങൾ പറയാതെ, ചീത്ത പറയാതെ, ശപിക്കാതെ മറ്റൊരാളുമായി പെരുമാറുന്ന അവസരത്തിൽ നല്ല സംസാരങ്ങൾ, അയാളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയൽ ഹബീബായ റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെയായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനകും അഖ്ലാഖ. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്നോട് ആഖിറത്തിൽ ചേർന്ന് നിൽക്കുന്നവർ, എന്റെ സ്നേഹം മുഴുവനും പിടിച്ചു പറ്റുന്നവർ ആരാണെന്നറിയോ? അഹാസിനകും അഖ്ലാഖൻ, ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മാറണം. ഓരോ റബീഉം കഴിയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കി മാറ്റാനുള്ള ഒരു മാനസികമായ പരുവത്തിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് മഹബത്ത് വരുന്നത്. കാരണം മുഹിബ്ബീങ്ങൾ എങ്ങനെയാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അത് നമ്മുടെ ഇഷ്ടമാക്കി മാറ്റുക. ദുനിയാവിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ്, ഈ ഭൂമി ലോകത്ത് 3 കാര്യങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അത്വീബു വന്നിസാഉ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യങ്ങൾ ഈ ദുനിയാവിന്റെ വിഷയത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഏറെ ഇഷ്ടമാണ്, താല്പര്യമാണ്. അതിൽ ഒന്ന് അത്വീബു, സുഗന്ധം പൂശുക എന്നതാണ്.
അപ്പൊ സുഗന്ധം പൂശുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും എന്താണ് ആഗ്രഹിക്കാറുള്ളത്? ആ സുഗന്ധം എവിടുന്നാണ് മറ്റുള്ളവർ ചോദിക്കണം അല്ലെ? അങ്ങനത്തെ സുഗന്ധമായിരിക്കും സെലക്ട് ചെയ്യാം. എന്താ കാരണം? എവിടുന്നത് വാങ്ങിയാന്നൊന്ന് ചോദിക്കട്ടെ എന്ന വിധത്തിലായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നതോടെ നിങ്ങൾ ചെയ്തു ഒരു മഹബ്ബത്ത് നമ്മളെ കൽബിൽ വരാ. അതാണ് മഹബ്ബത്ത്. റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിരുന്നു സ്ത്രീകൾ. കാരണം സ്ത്രീകൾക്ക് ജനിക്കാനേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ, ജീവിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. കുഴിച്ചു മൂടപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ സ്ത്രീ വിമോചന നായകനായി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് എല്ലാ അവകാശങ്ങളും വാങ്ങിക്കൊടുത്തു. എന്ന് മാത്രമല്ല, 3 പെൺമക്കൾ നിങ്ങൾക്കുണ്ടായാൽ ആ മക്കളെ നിങ്ങൾ നേരായ വണ്ണത്തിൽ വളർത്തി ഒരു തന്റെ കൈ പിടിച്ച് നിങ്ങൾ കൊടുത്താൽ അവർക്കൊരു പുതുജീവിതം നൽകിയാൽ സ്വർഗമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബി ചോദിക്കാൻ 2 പെൺമക്കളായാലോ? അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്കും ഉണ്ട് സ്വർഗം. അപ്പൊ അവസാനം സ്വഹാബി ചോദിക്കേണ്ടത് ഒരു പെൺ തരിയാണ് എനിക്കുള്ളതെങ്കിലോ? നിനക്കുമുണ്ട് സ്വർഗമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ആ സ്ത്രീകളുടെ അഭിമാനം വളർത്തി. പുരുഷന് 25% പറഞ്ഞപ്പോ 75% നീ ആരോടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക 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 ഫഅബുക്ക. നിങ്ങൾ ആലോചിച്ച് നോക്കി, 75% വാപ്പാക്കല്ല ഉമ്മാക്ക കൊടുത്തത്. നിന്റെ ഉമ്മയോട് 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 ശേഷമാണ് 25 വാപ്പാക്ക് കൊടുത്തത്. ഇങ്ങനെ സ്ത്രീകൾക്കുള്ള മഹത്വം മുഴുവൻ കൽപ്പിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് സ്ത്രീകളെ ചീത്ത വിളിക്കാനോ നമ്മളെ ഭാര്യമാരെ അടിക്കാനോ തൊഴിക്കാനോ മോശമായ രൂപത്തിൽ അവരോട് പെരുമാറാനോ പാടില്ല. പിന്നെയല്ലേ ഉമ്മയുടെ വിഷയം നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഒരു സ്ത്രീയെയും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. മോശമായ വിധത്തിൽ അവർക്ക് അർഹിച്ച സ്ഥാനങ്ങൾ കൊടുത്ത് ആദരിക്കുന്നവരാവണം. അവരാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യഥാർത്ഥ മുഹിബ്ബീങ്ങൾ. 3ാമത് തങ്ങൾ പറഞ്ഞത് ഖുർറത്തു ഐനി ഫി സ്വലാ, നിസ്കാരം അതെനിക്ക് വലിയ ത്രില്ലുള്ള വിഷയമാണ് എന്ന്. വലം തുസന്നതമൻ അഹ്യ വലാമ ഇല അനിസ്തഖത് ഖദമാഹു ഖുർറ മിൻ വറമി എന്ന് ബുസരി ഇമാം പറഞ്ഞില്ലേ, കാലിൽ നീരുകൾ കെട്ടി നിസ്കരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക്. കാരണം നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ ഞാൻ അറിയുന്നില്ല, ഈ ഭൂമി ലോകം മറന്നു പോവുകയാണ്. പിന്നെ അല്ലാഹുമായുമുള്ള മുനാജാത്ത് ഞാൻ വേറൊരു ലോകത്തേക്കാണ് കടന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അങ്ങനെയുള്ള മുഹിബ്ബീങ്ങളായ നമ്മൾ നിസ്കാരം കളാക്കുന്നവരാവാൻ പാടില്ല. അത് റബീഉൽ അവ്വലായാൽ തീരെയും പാടില്ല. ഏതെങ്കിലും പ്രകടനത്തിലോ ഏതെങ്കിലും റാലിയിലോ മറ്റോ പങ്കെടുത്ത് ഒരിക്കലും നിസ്കാരത്തിന്റെ സമയം നമുക്ക് നഷ്ടപ്പെട്ടാൽ അത് ഹബീബായ റസൂലുള്ളാഹിനോടുള്ള സ്നേഹമല്ല. അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാനും കഴിയില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങാൻ പോകുന്ന സമയത്ത് ഇതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സഹോദരിമാരുണ്ടാവും സുബഹിക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ഇടങ്ങളിലൊക്കെ എത്തിപ്പെടുമ്പോൾ അവർക്ക് സുബഹ് നിസ്കാരം കിട്ടുന്നുണ്ടോ ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യതയാണ്. അതില്ലാതെ ആ ഭക്ഷണത്തിനാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ പിന്നെ എന്ത് മഹബത്താണ്? മഹബത്തല്ല. ഹബീബിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അല്ലാഹും അവന്റെ റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിച്ച് തുടർന്ന് ഹബീബിലേക്ക് ലയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മഹബത്തിന്റെ വിശാലമായ തലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്നത്. ആ യഥാർത്ഥ മഹബത്ത് രുചിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹു യഥാർത്ഥ ഹബീബിന്റെ മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.